നമസ്കാരം. ഗൾഫ് വാർത്തകൾ. വിസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങളുടെ ലംഘനത്തിന് നേരത്തെ പിടിയിലായ 13,952 പ്രവാസികളെ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്ന് നാടുകടത്തി. കനത്ത ചൂട് അവസാനിക്കുന്നതിന്റെ അടയാളമായി വിലയിരുത്തുന്ന സുഹേൽ നക്ഷത്രം യുഎഇയിൽ ദൃശ്യമായി. അലൈനിൽ രാവിലെ 5:20 നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത്. ഒമാനിൽ പ്രവാസിയായിരുന്ന ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതം മൂലം നാട്ടിൽ നിര്യാതനായി. കുട്ടനാട് എടത്വ കോയിൽമുക്ക് പാലക്കളത്തിൽ റോബിൻ മാത്യു ആണ് മരണപ്പെട്ടത്. 36 വയസ്സായിരുന്നു. ദുബായിലെ ദശലക്ഷങ്ങളുടെ യാത്രാമാർഗമായ ദുബായ് മെട്രോയ്ക്ക് 15 വയസ്സ് തികയുകയാണ്. ആഘോഷം കൊണ്ടും യാത്രക്കാർക്കുള്ള സമ്മാനങ്ങൾ കൊണ്ടും ഞെട്ടിക്കാനൊരുങ്ങുകയാണ് ദുബായ് RTA. സൗദിയുടെ 94ാമത് ദേശീയ ദിനാചരണത്തിന്റെ മുദ്രയും മുദ്രാവാക്യവും പ്രഖ്യാപിച്ചു. ഞങ്ങൾ സ്വപ്നം കാണുന്നു, നേടുന്നു എന്നതാണ് ആഘോഷ പ്രമേയം. രാജ്യവ്യാപകമായി ദേശീയ ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത് ഈ മുദ്രയ്ക്കും പ്രമേയത്തിനും കീഴിലായിരിക്കും. യുഎഇയിൽ പൊതുമാപ്പ് ആരംഭിക്കാൻ 5 ദിവസം ശേഷിക്കെ തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കി വിവിധ രാജ്യങ്ങളുടെ എംബസികൾ. വളരെ കുറഞ്ഞ നിരക്കിൽ സൗദി അറേബ്യയിലെയും യുഎഇയിലെയും വിവിധ സ്ഥലങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് ഫ്ലൈനാസ്. സെപ്റ്റംബർ 1 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. വേനലവധിക്ക് ശേഷം കുവൈറ്റിലേക്ക് മടങ്ങുന്നതിനായി വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ ഇന്ത്യൻ അധ്യാപകനെ തോക്കു ചൂണ്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ബാഗ് തട്ടിയെടുത്തു.